എന്നാ ശരി, ഓക്കെ. തലയാ ഇത്ര കാര്യമേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് ഇതിനാണ് ഞാൻ കിടന്ന് ഓടിയ ഓട്ടം. എൻ്റെ പൊന്നളിയാ, എത്ര എണ്ണത്തിനെ വിളിച്ചെന്നറിയാമോ? ഇല്ല, പൈസക്ക് പൈസ തന്നെ വേണ്ട ആ സമയത്ത്. കാണോളിയാ, ഒറ്റ ഒരുത്തൻ്റെ ഇല്ല, എല്ലാവർക്കും പഞ്ഞം പറച്ചില്. പഞ്ഞം പറച്ചിലല്ല, അവരെ കാണൂല. നമുക്കൊരു 5 മിനിറ്റ്സ്. പക്ഷേ പൊന്നളിയാ നമിച്ചിരിക്കുന്നു. എനിക്ക് ഇപ്പം നീ ഇത് തന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യം വലിയ ബുദ്ധിമുട്ടിലായനെ. ഓക്കെ, അത് എപ്പോഴും അങ്ങനെ പറ്റുന്നല്ലോ. ഇതൊക്കെ ഒരു ഉണ്ടടാ പോണ ഹലോ, അതോടെ പോയി ആണോ? ഓ, അല്ല ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഓ എന്താടാ എന്താ ഒരുപാട് ഇരിക്കണേ? പണി പാളിയാണേ. എന്തു പറ്റി? പൈസ പൈസ തന്നില്ലടേ. അതല്ലേ, പിന്നെ ഞാൻ ഈ പൈസ ഒപ്പിക്കാനായിട്ട് ഒരു കളി കളിച്ചായിരുന്നു. എന്തോന്ന് കളി? ആ കളി അങ്ങ് പാളി. എന്ത് കളി? എടി എന്ത് പറ്റിയെന്ന് പറയടാ. അതേടാ, ഈ ഞാൻ ഈ പൈസ എങ്ങനെ ഒപ്പിച്ചെന്നറിയാമോ? അതൊരു നല്ല കാര്യമല്ലേ, അത് അങ്ങനെ തന്നെ ചെയ്യണം. ഞാൻ 2 മണിക്കൂറായി. ഊണ് കഴിച്ചോ? ഊണെല്ലാം കഴിച്ചു. ഊണ് വന്നപ്പോഴേ കഴിച്ചു. ഇതിന് പണി കഴിച്ചു? കഴിഞ്ഞു വലുതാണോ? ഓ, കഴിഞ്ഞു. ചൂടൊക്കെ വലുതായിട്ടുണ്ടല്ലേ? ചൂടായാലും മഴയായാലും നമ്മള് പോസ്റ്റ് കയറിയേ പറ്റുള്ളൂ. പിന്നെ അച്ഛൻ വന്നത് വേറൊരു കാര്യത്തിനാ. ഞാൻ ഒരു പ്രത്യേക കാര്യം പറയാനാ. ഒരു 2 ലക്ഷം രൂപ ഞാൻ ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിരുന്നു. അതിപ്പോൾ മച്ചൂടായിട്ടുണ്ട്. ഇനി എൻ്റെ പേർക്ക് എന്തിനാണ് കിടക്കുന്നത്? ഞാൻ തിരിച്ചെടുത്തട്ടെ. എവിടെ പേർക്ക് അതൊന്ന് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്യാൻ പോകും 2 ലക്ഷം രൂപ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയായിട്ട് അത് നാളെ ശനിയാണ്. അത് വേണ്ട, നമുക്കൊരു നല്ല ദിവസം നോക്കി തിങ്കളാഴ്ച തന്നെ ഇട്ടേക്കാം. അപ്പോൾ ഇടുമ്പോഴേ നീ ഇവിടെ ഒരു കാര്യം ചെയ്യും, എന്നോട് പറയണം അതൊന്ന് ഇടാനേ. എനിക്ക് തിങ്കളാഴ്ച രാവിലെ പോകണം. അല്ല, ഞാൻ നോക്കാം വെച്ചാൽ, കാരണം വെച്ചാൽ എനിക്ക് തിരക്കുണ്ടെങ്കിൽ പാടായിരിക്കും. എന്തായാലും ഞാൻ ബാങ്കിൽ വരാൻ നോക്കാം, ആ സമയത്ത് വരാൻ നോക്കാം. അല്ല, എന്നാലും ശ്രമിച്ചു നോക്കുന്നു. വന്നാൽ ഉപകാരമാണ്. നീ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു സന്തോഷമാണ്. പിന്നെ മോളെ ഞാൻ ആ പൈസ ഇട്ടച്ച് ഞാൻ ആ വഴിയെങ്കിൽ പോകും കേട്ടോ. ഒരാഴ്ച ഇവിടെ നിന്നിട്ട് അയ്യോ, അത് ചെറിയ ജോലിപ്പാടുണ്ട് അവിടെ. വേറെ കുറച്ച് ദിവസമായില്ലേ ഇപ്പം വന്നെങ്കിൽ തന്നെ തീരെ സമയമില്ലായിരുന്നു. ചെറിയ ജോലിയും കാര്യങ്ങളും ഉണ്ട് അവിടെ. മോളെ ഇച്ചിരി ചൂടുവെള്ളം വേണം. ബാ, ഞാൻ ഇനി ആ മുറിയിലോട്ട് എടുത്തോണ്ട് വന്നേച്ചാ കേട്ടോ. പാവം പയ്യെങ്കിൽ എന്ത് മോളെന്ന് ജീവനാ. പിന്നെ വേറെ ആരെങ്കിലും വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ വയസ്സായിരിക്കുമ്പം? വേണ്ട. പിന്നൊരു കാര്യം, പെണ്ണിന്റെ പൈസയിൽ തൊട്ടു പോകരുത്. അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ഒരു പൈസ പോലും അവളോട് ചോദിക്കരുത്. ആർക്ക് വേണം? ഞാൻ ഇതെന്തെങ്കിലും പറഞ്ഞോ? ഞാൻ ചോദിച്ചിട്ടുണ്ടോ? എത്ര അത്യാവശ്യം വന്നാലും നീ പാടുപെട്ട് തന്നെ ജീവിക്കണം. ഞാൻ കാര്യം പറഞ്ഞേക്കാം. ഞാൻ കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കണം. ഞാൻ അന്ന് മുതൽ കഷ്ടപ്പെട്ട് തന്നെ മേളിൽ കയറി താഴെ ഇങ്ങനെയൊക്കെ ചോദിച്ചു പോണത്. ഞാൻ ആരെങ്കിലും പൈസ കടം മേടിക്കാറുണ്ടോ? ആരെങ്കിലും പൈസ ആഗ്രഹിച്ചിട്ടുണ്ടോ? അതാണ് അന്തസ്. കുടുംബത്തിനൊരു മോനല്ലേ? അതാണ് നമ്മുടെ കുടുംബത്തിനൊരു മഹിമയുണ്ട്. അത് നമ്മൾ എന്നും നിലനിർത്തണം. കർത്താവേ, ഇതൊക്കെ വല്ലാത്തൊരു കഷ്ടമാണ്. ഞാൻ നാഴിക്ക് 40 വട്ടം വിളിക്കും, കർത്താവേ കർത്താവേ കർത്താവേ. എവിടെ കേൾക്കണത്? ഒരു പ്രാവശ്യം കേട്ടെങ്കിൽ എന്ത് വേണം? ഇവിടെ ഉള്ളവന് വാരി കോരി അങ്ങ് കൊടുക്കുകയാണ്. ഇല്ലാത്തവൻ കിടന്ന് കഷ്ടപ്പെട്ട് നാരങ്ങ വെച്ച് ആ നാശിച്ച് അവൻ്റെ നാരായണക്കല്ല് ഇളവണത് വരെ ഇങ്ങനെ അങ്ങ് നടക്കും. എന്തിനെന്തോ ഇങ്ങനെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഓരോന്ന് കാണുമ്പോൾ കൊതിയാവാണ്. കൊതി. എന്താ കൊതിയാവണേ? പറ, ഉണ്ടാക്കി തരാം. ഒരു മസാല ദോശ തിന്നാൻ കൊതിയാവണം എനിക്ക്. പറയണ്ടേ? ദോശക്ക് ഇടായിരുന്നല്ലോ. അയ്യോ, സർക്കാർ ജോലിയുണ്ട്, അമ്മയുടെ പെൻഷൻ കിട്ടണുണ്ട്. ഇതൊക്കെ പോരാഞ്ഞിട്ട് അടുത്ത 2 ലക്ഷം രൂപ കൊണ്ടുവന്ന് കൊടുത്തേക്കുന്നു ഡെപ്പോസിറ്റ്. അതാ പ്രശ്നം.
പകുതി ചോദിച്ചു നോക്കായിരുന്നില്ലേ? തരുമായിരുന്നു. എന്തിന് വല്ലവൻ്റെ ഇറക്കാൻ പോണത്? നമുക്ക് അവകാശപ്പെട്ടത്, നമുക്ക് അധികാരപ്പെട്ടത്, അത് തന്നെങ്കിൽ എന്ത് വേണം? കെട്ടിപ്പിടിച്ച് വെച്ചോണ്ടിരിക്കട്ടെ അമ്മയും മോനും കൂടെ. സത്യം ക്ലീറ്റോ, ഞാനും വിചാരിക്കാതിരുന്നില്ല. സത്യത്തിൽ ഇങ്ങനെ കിടന്നിട്ട് കാര്യമില്ല. നമുക്കൊരു വീടൊക്കെ വേണ്ടേ? നല്ലൊരു വീട്. ഓ ക്ലീറ്റോ പറഞ്ഞ പോലെ പറഞ്ഞാൽ മതി. പറഞ്ഞ ഉടനെ വീട് ഇങ്ങനെ വന്നങ്ങിരിക്കും. അല്ല ക്ലീറ്റോ, മറ്റേ ഫ്ലാറ്റ് അത് പറ്റുമോ? അയ്യോ, അമ്മായിയപ്പന്മാരുണ്ടാവണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാവണം. ഇതുപോലുള്ള ആരുടെങ്കിലും മോളെ കെട്ടണമായിരുന്നേ. ഓ, ഇച്ചിരി ദൂരെ കൂടുതലാണെങ്കിൽ ഒരു നല്ല പെണ്ണുണ്ട്, അംബാനി എന്ന് പറയും. നല്ല കാശുകാരൻ, അയാളുടെ ഒരു മോളും കൂടി ഉണ്ട്. നോക്കുന്നോ? കൂടുതൽ വളിച്ച തമാശ എന്നോട് പറയല്ലേ. എന്റെ ക്ലീറ്റോ, വീട് വെക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ. ക്ലീറ്റോ, നമ്മുടെ പാലായിലെ വീടങ്ങ് വിൽക്കാൻ പറ. പാലായിലെ വീട്? അയ്യോ, എന്ത്? വേറെ ഒന്നും വേണ്ട അവക്ക്. പാലായിലെ വീട് എന്താ? അത് 10-70 വർഷം പഴക്കമുള്ള വീട്. ഞാനൊക്കെ ജനിച്ച് വളർന്ന് ഞാൻ മുട്ടിലഴിഞ്ഞ് ഉള്ളി ആ മുറിയിൽ ഇപ്പോഴും അതിൻ്റെയൊക്കെ ഇതുണ്ട്. ഞാൻ മുട്ടിലഴിഞ്ഞതിൻ്റെയൊക്കെ. അതാണ് കാര്യം, വിൽക്കാൻ പറ്റാത്തതല്ലേ. ഒരു കാര്യം ചെയ്യ്, അപ്പനും അമ്മയും മോനും കൂടി അത് പുരാവസ്തു മ്യൂസിയം ആക്ക്. നല്ല പിരിവും കിട്ടും. ഇടയ്ക്ക് പോയി ഇരുന്നാലും മതി അവിടെ. എന്നിട്ട് നിന്നെ അവിടെ ഒരു മറ്റേ കാഴ്ചക്ക് നിന്നെ അവിടെ കൊണ്ട് വെക്കാം. അല്ല, ക്ലീറ്റോ പോയാൽ മതി. എന്നപ്പോ ക്ലീറ്റോ, എന്റെ അച്ഛന്റെ പൈസ കണ്ടോണ്ടിരിക്കുക. ഒന്നും കിട്ടാൻ പോണില്ല നിങ്ങക്ക്. കാണാം അവസാനം മോളെ കെട്ടിച്ചു വിടുന്നത്. എന്ത്? ഏത് മോളെ? ഏത് മോളാ? നിനക്ക് എവിടെയൊക്കെ മോളുണ്ട്? എന്റെ മോളെ കെട്ടിച്ചു വിടാനുള്ള വഴി ഞാൻ കണ്ടു. പിന്നെ അയ്യോ, നീ വേണേ സ്വിസ് ബാങ്കിൽ കൊണ്ട് ഇട്ടിട്ടുണ്ടാടി. അതേത്? അയ്യോ, വല്ലനും പെണ്ണിന് പൈസ കൊടുത്തതിന് ഇവിടെ കിടന്നുകൊണ്ട് അങ്ങോട്ട് കയറ് പൊട്ടിക്കുക. ഇതാ പറഞ്ഞ അസൂയ, ദൂഷിപ്പ്, കുശുമ്പെന്ന്. യോഗം വേണം, യോഗം. എനിക്ക് യോഗം കുറവാ. എവിടെ വെച്ചിട്ട് ഈ പട്ടി